ലോകകപ്പ് ഫുട്ബോൾ മാമാങ്കത്തിന് കിക്ക് ഓഫ് കുറിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ മലപ്പുറം നഗരത്തെ ഇളക്കിമറിച്ച് ആരാധകരുടെ വമ്പൻ വിളംബര റാലി. മെസ്സിയും റൊണാൾഡോയും നെയ്മറുമെല്ലാം കൂറ്റൻ കട്ടൗട്ടുകളായി നിരത്തിലിറങ്ങിയപ്പോൾ കാൽപന്ത് കളിയോടുള്ള മലപ്പുറത്തിന്റെ അടങ്ങാത്ത ആവേശം വീണ്ടും തെരുവുകളിൽ അലയടിച്ചു. ഇതാണ് മലപ്പുറം. പന്തിന്റെ ചലനങ്ങൾക്കൊപ്പം നെഞ്ചിടിപ്പ് കൂടുന്ന ഫുട്ബോളിന്റെ സ്വന്തം മണ്ണ്. ലോകകപ്പിന് വിസിൽ മുഴങ്ങാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ മലപ്പുറം ഫുട്ബോൾ ലഹരിയിലേക്ക് മാറിക്കഴിഞ്ഞു. ലോകകപ്പിന്റെ വരവറിയിച്ച് ഓൾ കേരള സ്പോർട്സ് ഗുഡ്സ് ഡീലേഴ്സ് അസോസിയേഷനും മലപ്പുറം പ്രസ് ക്ലബ്ബും സംയുക്തമായി നടത്തിയ വിളംബര ജാഥയിൽ ആവേശം അലതല്ലി. 6 അടി ഉയരമുള്ള കൂറ്റൻ ലോകകപ്പ് മാതൃകയും 5 അടി വ്യാസമുള്ള ട്രയോണ്ട ഫുട്ബോളും റാലിക്ക് ഗാംഭീര്യമേകി. ലോകകപ്പിൽ പങ്കെടുക്കുന്ന 48 രാജ്യങ്ങളുടെയും ഒപ്പം ഇന്ത്യയുടെയും പതാക ഏന്തിയായിരുന്നു റാലി. തങ്ങളുടെ പ്രിയ താരങ്ങളായ മെസ്സിയും റൊണാൾഡോയും നെയ്മറുമെല്ലാം 10 അടി ഉയരമുള്ള കൂറ്റൻ ബൊമ്മകളായി മലപ്പുറത്തെ തെരുവുകളിൽ നിറഞ്ഞാടി. പ്രിയപ്പെട്ട ടീമുകളുടെ പതാകയുടെ നിറത്തിൽ അണിയിച്ചൊരുക്കിയ വാഹനങ്ങളും ഇഷ്ട ജേഴ്സി അണിഞ്ഞ ആരാധകരും ചേർന്നതോടെ നഗരം അക്ഷരാർത്ഥത്തിൽ ഇളകിമറിഞ്ഞു. അടിപൊളി ആവേശത്തിലാണ് നമ്മളെ ഒതുക്കല് ചനക്കല് ഫാൻ ഗ്രൂപ്പ് വന്നിട്ടുള്ളത്. അപ്പൊ അടിച്ചു പഠിക്കാം നമുക്ക്. പോർച്ചുഗല് അല്ല പിന്നെ മിഡ്ഫീൽഡ് കണ്ടില്ലേ, ആർക്കെങ്കിലും മിഡ്ഫീൽഡ്. ക്വാർട്ടർ ഫൈനൽ അർജന്റീനയും പോർച്ചുഗലാ കളി, അവിടെ തള്ളു. ഫൈനല് നെതർലാൻഡും പോർച്ചുഗലും ഫൈനൽ കളിക്കുന്നത്. എഴുതി വെച്ചോളെ അർജന്റീന. അതിനെന്താ പറയാൻ? സ്പോർട്സ് ആണ് ലഹരി എന്ന സന്ദേശമുയർത്തിയ റാലി മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി ഫ്ളാഗ് ഓഫ് ചെയ്തു. പ്രസ് ക്ലബ് പ്രസിഡന്റ് എസ് മഹേഷ് കുമാർ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. മലപ്പുറം നഗരസഭാ അധ്യക്ഷ വി റിനിഷ, KUWJ സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേഷ് എടപ്പാൾ തുടങ്ങി രാഷ്ട്രീയ സാമൂഹ്യ മാധ്യമ രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. അമൃത ന്യൂസ്, മലപ്പുറം.